വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാട്ടിൽ ഒരു നിയമസഭാ ഇലക്ഷൻ്റെ ചൂട് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഘട്ടത്തിലാണ് അതിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു മക്കളുടെ കലാപരിപാടികൾ കാണുവാൻ വേണ്ടി ഈ സ്കൂളിൻ്റെ 24ാം വാർഷികത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രക്ഷിതാവാണ്, നമ്മൾ ഓരോരുത്തരും രക്ഷിതാക്കളാണ്. നമ്മളുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല ഗുണമേന്മയുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭ്യമാകണം. അതോടൊപ്പം തന്നെ അവരോരോരുത്തരും കുടുംബത്തിനും സമൂഹത്തിനും നാട്ടിനും ഉപകാരപ്പെടുന്ന വിധം ഏറ്റവും നല്ല പൗരന്മാരായിട്ട് അവർ മാറണം എന്നുള്ള നിശ്ചയത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. നമ്മുടെ നാട്ടിൽ പല വിധത്തിലുള്ള വിദ്യാലയങ്ങൾ ഉണ്ടായിട്ടും ഈ മോഡൽ സെൻട്രൽ സ്കൂളിലേക്ക് അവരെ പറഞ്ഞേക്കുമ്പോൾ ഈ ഒരു ഉദ്ദേശത്തിന് കുറെ കൂടി കനം വെക്കുന്നുണ്ട് എന്ന് ഇതിൻ്റെ മാനേജ്മെന്റ് മനസ്സിലാക്കുന്നുണ്ട്, ഇവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഇവിടെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ട്രസ്റ്റിന്റെ ചെയർമാൻ പറഞ്ഞു, ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ 18ഓളം ബാച്ചുകളിൽ SSLC കഴിഞ്ഞ ഒരു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഈ മോഡൽ സെൻട്രൽ സ്കൂൾ നൽകിയ ഒരു ക്വാളിറ്റി അത് നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിലെ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും അതിനെ വ്യതിരിക്തമാക്കി നിർത്തുന്ന ഘടകം എന്ന് പറയുന്നത് വിദ്യ അഭ്യസിക്കാനുള്ള ഒരു ശേഷിയാണ്. അങ്ങനെ വിദ്യ അഭ്യസിച്ചുകൊണ്ട് നിരന്തരമായി വളരാനും വികസിക്കുവാനുമുള്ള ഒരു വികാസക്ഷമത അത് മനുഷ്യനിൽ അന്തർലീനമാണ്. നിങ്ങൾ പ്രപഞ്ചത്തിലെ അനേകം ജീവജാലങ്ങളെയൊക്കെ ഓരോന്നോരോന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യുഗാന്തരങ്ങൾക്ക് മുമ്പ് ഓരോ ജീവിയും എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ സ്വഭാവത്തിൽ തന്നെയാണ് ആ ജീവികളൊക്കെ ഇന്നും മുന്നോട്ട് പോകുന്നത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുഹയിൽ താമസിച്ചിരുന്ന അവർ ഇന്ന് താമസിക്കുന്നത് അത്യാഡംബര വീടകങ്ങളിലാണ്. മരവുരി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന മനുഷ്യർ വലിയ തോതിലുള്ള ആഡംബര വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സഞ്ചാര മേഖല നമുക്കറിയാം, മറ്റ് ഭൗതിക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ അപ്പുറത്ത് കഴിഞ്ഞൊരു 10-60 വർഷമായി ശാസ്ത്ര സാങ്കേതിക മേഖലകളിലുള്ള വികസനത്തിന്റെ എത്രയോ ഇരട്ടിയാണ് കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന AI മൂലം ഉണ്ടായി തീർന്നിട്ടുള്ളത്. അത് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് തൊഴിൽ മേഖലയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന ഒരു പഠനം, ചില വികസിത രാജ്യങ്ങളിൽ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിൽ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ ഓടാൻ തുടങ്ങുകയാണെങ്കിൽ, അത് പൂർണ്ണമായി മാറുകയാണെങ്കിൽ എത്ര ആളുകൾക്കാണ് തൊഴിൽ രഹിതരാവേണ്ടി വരിക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ്, ഡ്രൈവറുടെ ജോലി പോകും എന്ന് മാത്രമല്ല ട്രാഫിക് പോലീസുകാരന്റെ ജോലി പോകും. AI ഡ്രൈവർ ഇല്ലാത്ത വാഹനമാകുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാവില്ല, വർക്ക്ഷോപ്പുകാരന്റെ ജോലി പോകും. അപ്പോൾ ഒരൊറ്റ സാങ്കേതിക വിദ്യ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ മേഖലകൾ ഉണ്ടാക്കുന്ന തൊഴിൽ നഷ്ടമാണത്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോണ് ഇല്ലാതാക്കി തീർത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എണ്ണുകയാണെങ്കിൽ ഡയറി ഇല്ല, കലണ്ടർ ഇല്ല, വാച്ച് ഇല്ല, ക്ലോക്ക് ഇല്ല, അങ്ങനെ ഒട്ടനേക സംഗതികള് ഈ ഒരൊറ്റ മൊബൈൽ ഫോൺ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഓരോ സാങ്കേതിക വിദ്യയും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കണം, അതിൻ്റെ അപ്പുറത്തുള്ള ധാരാളം തൊഴിൽ അവസരങ്ങളും ഒരുപാട് അനന്തമായ സാധ്യതകളും നമ്മുടെ പുതിയ ലോകം തുറന്നു തരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് സ്കൂളിംഗ് എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലമായി നമ്മുടെയൊക്കെ കാലത്തുണ്ടായിട്ടുള്ള പരമ്പരാഗതമായ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനപ്പുറത്ത് ഒരു AI ബേസ്ഡ് ഒരു ടെക്നിക്കൽ പെഡഗോഗിയാണ് നമ്മുടെ ഈ കാലത്ത് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മോഡൽ സെൻട്രൽ സ്കൂളും അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് വിധേയമാകാൻ സന്നദ്ധമാണ് എന്നതാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിന്റെ
തീമായിട്ട് അവതരിപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ ഗുഹയിൽ താമസിച്ച് മരവുരി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അന്നും മനുഷ്യ സമൂഹത്തിന് ചില മൂല്യങ്ങൾ ഉണ്ടായിരുന്നു, ചില ധാർമ്മികതകൾ ഉണ്ടായിരുന്നു. കാലം എത്ര പുരോഗമിച്ചാലും, കാലം സാങ്കേതികമായി എത്ര മുന്നോട്ട് പോയാലും അത്തരത്തിലുള്ള നന്മകൾ, മൂല്യങ്ങൾ, ധാർമ്മികതകൾ ഇപ്പോഴും പ്രസക്തമാണ് എന്നുകൂടി നമ്മൾ അതിനനുസരിച്ച് മനസ്സിലാക്കണം. സത്യം, നീതി, നന്മ, കരുണ, സഹാനുഭൂതി, മറ്റു മനുഷ്യരോടുള്ള അനുതാപം, അതുപോലെ തന്നെ വൈകാരികമായ അടുപ്പങ്ങൾ, ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ മനുഷ്യന് ഇന്നും അനിവാര്യമാണ് എന്ന് മാത്രമല്ല എന്നും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും കേവലമായ വിദ്യാഭ്യാസത്തിനപ്പുറത്ത് ഇത്തരത്തിലുള്ള ധാർമ്മികമായ മൂല്യങ്ങൾ കൂടി ഉൾച്ചേർന്നുകൊണ്ട് നൽകപ്പെടുന്നു എന്നുള്ളതാണ് മോഡൽ സെൻട്രൽ സ്കൂളിനെ വ്യതിരിക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, മൂല്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള മൂല്യങ്ങളാണുള്ളത്. അതിൽ ഒന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സൃഷ്ടിച്ച അവന്റെ സർവേശ്വരനായ പടച്ച തമ്പുരാൻ, അതുമായിട്ടുള്ള ബന്ധമാണ്. രണ്ടാമത്തേത് മനുഷ്യർക്ക് അവന്റെ സഹജീവികളായിട്ടുള്ള മറ്റു മനുഷ്യരോടുള്ള ബന്ധമാണ്. മൂന്നാമത്തേത് ഒരു മനുഷ്യന് അവൻ അധിവസിക്കുന്ന പ്രപഞ്ചത്തോട്, പ്രകൃതിയോടുള്ള ഒരു ബന്ധമാണ്. നമുക്കറിയാം, ഈ മൂല്യങ്ങൾ കൂടി ഉൾച്ചേരുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർണ്ണമായ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനായിട്ട് മാറുകയുള്ളൂ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനോടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെ പ്രധാനമാണ്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ ഇനി എങ്ങോട്ടാണ് എന്ന് പോകുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യന് മാത്രമാണ് ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കറിയാം, നമ്മളുടെ ഏറ്റവും വലിയ ഈ കാലഘട്ടത്തിലെ ആശങ്ക എന്ന് പറയുന്നത് നമ്മളുടെ മക്കളുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടതാണ്. ലഹരി വളരെ വ്യാപകമാണ്. അത് സിന്തറ്റിക് ലഹരിയായിട്ട് മറ്റനേകം മേഖലയുള്ള ലഹരിയായിട്ട് വരുന്നുണ്ട്. ഈ ലഹരി വ്യാപനത്തെ കുറിച്ചിട്ടുള്ള ഒരു സാമൂഹിക ശാസ്ത്ര പഠനം പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരവാദിത്തരഹിതമായ ഒരു മൂല്യബോധം, ജീവിത കാഴ്ചപ്പാട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ലഹരി ഈ വിധത്തിൽ വ്യാപിക്കുന്നത് എന്നാണ്. അതെയിസം, സന്ദേഹവാദം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനത്തിലെ അധ്യാപകരോട് പറയാനുള്ളത്, നമ്മുടെ തലമുറയെ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റണമെങ്കിൽ അവരിൽ തികഞ്ഞ വിശ്വാസം ഉണ്ടാവണം, പ്രപഞ്ചനാഥനോടുള്ള ഒരു ബന്ധമുണ്ടാവണം. തീർച്ചയായിട്ടും നമ്മുടെ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഇപ്പൊ കെമിസ്ട്രി പഠിപ്പിക്കുമ്പോൾ H2O കെമിസ്ട്രിയുടെ രാസവാക്യമാണ്. 2 തന്മാത്ര ഹൈഡ്രജനും 1 തന്മാത്ര ഓക്സിജനും ചേരുമ്പോൾ വെള്ളം ഉണ്ടാകും. അത് ശരിയാണ്. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും പ്രപഞ്ചത്തിൽ ഒരുപാടുണ്ട്. ഒരു മനുഷ്യർക്കും ഇന്ന് വരെ അത് സംയോജിച്ചിട്ട് വെള്ളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ വെള്ളം എന്ന് പറയുന്നത് പടച്ചതമ്പുരാന്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ്. അപ്പൊ ഇത് പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ സൃഷ്ടാവിനെ കുറിച്ച് നമുക്ക് പഠിപ്പിക്കാൻ കഴിയണം. ഈ പ്രപഞ്ചത്തിന്റെ അനന്തതയുണ്ട്. ഒരു കവി പറഞ്ഞിട്ടില്ലേ, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം. ഇതിന്റെ മൂലയിൽ എങ്ങാണ്ട് ഒരിടത്ത് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു? ഈ പ്രപഞ്ചത്തിന്റെ ഒരു വിശാലതയുണ്ട്. നമ്മൾ നിവസിക്കുന്ന ഒരു ഭൂമി, അതിന്റെ ചുറ്റുമുള്ള ഗ്രഹങ്ങൾ, ഒരു സൗരയൂഥം, ഇത്തരത്തിലുള്ള ഒരുപാട് സൗരയൂഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗാലക്സി, ഒരു മിൽക്കി വേ, ഇങ്ങനെയുള്ള 10,000കണക്കിന് മിൽക്കി വേ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഭൗതിക ശാസ്ത്രത്തിൽ പഠിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു അദൃശ്യമായ ശക്തിയെ കുറിച്ചുള്ള ഒരു ബോധം. ഞാൻ പറഞ്ഞത്, ഈ സർവേശ്വരനെ കുറിച്ചിട്ടുള്ള പഠനം എന്ന് പറയുന്നത് യുക്തിഭദ്രമായിട്ട് കൂടി നമുക്ക് പഠിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. നമ്മുടെ ജെൻസി കുട്ടികൾ, പുതിയ തലമുറയിലെ കുട്ടികൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ചോദ്യങ്ങളെ അവഗണിക്കാൻ പാടില്ല. നമ്മൾ കുട്ടികളുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ സംവദിക്കേണ്ടതുണ്ട്. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, പകർന്നു കൊടുക്കേണ്ടതുണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ചും സൃഷ്ടാവിനെ കുറിച്ചും ഒക്കെ. രണ്ടാമത്തെ മൂല്യം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുവട്ടത്തുമുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. നമുക്കറിയാം, കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഇവരോടൊക്കെയുള്ള ഓരോരുത്തരോടും
ഓരോരുത്തരോടുമുള്ള കടപ്പാടുകള്, ഓരോരുത്തരോടുമുള്ള ബന്ധങ്ങളിനെ കുറിച്ചുമൊക്കെ കൃത്യമായി നമ്മൾ പകർന്നു കൊടുക്കേണ്ടതിന് മൂല്യങ്ങള്. ഇന്ന് ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന പുതിയ കാലത്തെ തെറ്റായ ഒരുപാട് സാംസ്കാരിക ലിബറലിസത്തിന്റെ ഭാഗമായിട്ട് ഭീഷണി നേരിടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അത് കുടുംബമാണ്. കുടുംബമൊന്നും ആവശ്യമില്ല. ഓരോരുത്തരും സ്വതന്ത്ര ജീവികളാണ്. അവരവർക്ക് തോന്നുന്ന പോലെ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഒരു ലിബറൽ കാഴ്ചപ്പാട് നമ്മളെ എല്ലാവരെയും സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തെറ്റാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു സാമൂഹ്യ ജീവിയാണ്. പരസ്പര ആശ്രിതത്വം എന്ന് പറയുന്നത് അതിന്റെ അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ കുടുംബം നിലനിൽക്കുക എന്നുള്ളത് ഒരാണിന്റെയും പെണ്ണിന്റെയും കേവലമായ ശാരീരിക ആവശ്യത്തിനപ്പുറത്ത് ഒരുപാട് മനുഷ്യരുടെ ഒരു ആവാസ വ്യവസ്ഥയാണ്. നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടാകും, ഭിന്നശേഷിക്കാരായിട്ടുള്ള മനുഷ്യരുണ്ടാകും, കുട്ടികളുണ്ടാകും. ഇവരൊക്കെ നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഒരു വൈകാരികതയുടെ, ഈ ഒരു എമ്പതിയുടെ പാഠങ്ങൾ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അയൽവാസികളുമായിട്ടുള്ള ബന്ധം, നമ്മുടെ പൊതുസമൂഹവുമായിട്ടുള്ള ബന്ധം, ജാതി മത ഭിന്നതകൾക്ക് അതീതമായിട്ട് നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും വിവിധ രീതിയിലുള്ള ജാതികളും മതങ്ങളും വർഗങ്ങളും ഒക്കെ വേർതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ അതിനപ്പുറത്ത് ശ്രീനാരായണ ഗുരുവൊക്കെ പാടിയ മാതിരി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞ സ്വഭാവത്തില് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാമൂഹിക അവബോധം കൂടി നൽകുക എന്നുള്ളത് ഈ ഒരു മൂല്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത് നമ്മൾ നിവസിക്കുന്ന പ്രകൃതിയോടുള്ള ഒരു കടപ്പാടിനെ കുറിച്ചാണ്. നമുക്കറിയാം പ്രകൃതി എന്ന് പറയുന്നത് നമുക്കറിയില്ല, ഇനി വരാനിരിക്കുന്ന ഒരുപാട് തലമുറകൾ കൂടി അവകാശപ്പെട്ടതാണ്. ഈ പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളും ഞങ്ങൾക്ക് യഥേഷ്ടം ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ളതാണ് എന്ന ഒരു മുതലാളിത്ത കാഴ്ചപ്പാട് നമ്മൾ മാറ്റിയിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം പ്രകൃതിയിൽ നിന്നെടുക്കുക. അത് മണ്ണാണെങ്കിലും മണലാണെങ്കിലും അത് പുഴയിലെ വെള്ളമാണെങ്കിലും ഒക്കെ. അതിൻ്റെ അപ്പുറത്ത് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ട്. ഇന്ന് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് മാലിന്യം നിക്ഷേപിക്കുമ്പോൾ അതുണ്ടാക്കുന്ന സാമൂഹികമായ പ്രത്യാഘാതം വലുതാണ്. ഇത് ചെറിയ കാര്യമാണെങ്കിലും ഇതൊരു വലിയ കാര്യമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ പ്രകൃതിയോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, മറ്റ് മനുഷ്യരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, പ്രപഞ്ചത്തിലെ ദൈവത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം, ഇത്തരം വിഷയങ്ങളിലൊക്കെ വിശാലമായ ഒരു മാനവിക ബോധവും ഒരു ധാർമ്മിക ബോധവും നൽകപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ് ഇത്തരത്തിലുള്ള സ്ഥാപന സംവിധാനങ്ങളുടെ പ്രസക്തി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പുതിയ കാലത്തെ നേരിടാൻ ആവശ്യമായ ലൈഫ് സ്കിൽ കോച്ചിങ്ങും ഇവിടെ നൽകുന്നുണ്ട് എന്ന് ചെയർമാൻ പറയുകയുണ്ടായി. വളരെ അനിവാര്യമായ ഒരു കാര്യമാണത്. കേവലമായ വിദ്യാഭ്യാസം കൊണ്ടും പരമ്പരാഗതമായ ട്രെയിനിങ്ങിന്റെ അപ്പുറത്ത് പുതിയ കാലത്തെ നേരിടാൻ ആവശ്യമായ ധാരാളം ലൈഫ് സ്കില്ലുകൾ കൂടി നൽകുക എന്നത് കൂടി ഇതിന്റെ അനിവാര്യതയാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരേ സമയം ക്വാളിറ്റി എഡ്യൂക്കേഷനും അതിൻ്റെ അപ്പുറത്ത് മൂല്യവത്തായ വിദ്യാഭ്യാസങ്ങളും മൂല്യങ്ങളും നന്മകളും കൂടി പകർന്നു കൊടുത്തുകൊണ്ട് ലൈഫ് സ്കില്ലുകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മുന്നോട്ട് പോക്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെ പങ്ക് വളരെ അനിവാര്യമാണ്. നമുക്കറിയാം വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു വർക്കാണ്. ഇവിടെയുള്ള അധ്യാപകർക്ക് തീർച്ചയായിട്ടും അതിൽ വലിയ പങ്കുണ്ട്, മാനേജ്മെന്റിന് പങ്കുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്ന ഒരു മൂല്യത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ വീടിലെ ഒരു സമീപനം നമ്മുടെ കുട്ടികളുടെ ചിന്താഗതിയെ മാറ്റിമറിക്കും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും അധ്യാപകരും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു സംയോജിത വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു തലമുറ ഈ നാടിന്റെ മാത്രമല്ല, ആലത്തൂരിന്റെ മാത്രമല്ല, പാലക്കാടിന്റെയും കേരളത്തിന്റെയും നാളത്തെ നായകരും ജേതാക്കളുമായിട്ട് മാറാൻ കഴിയണമെന്നും നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. അതിന് പരിശ്രമിക്കേണ്ടതുണ്ട്, പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുമുള്ള നന്മകളും എല്ലാവിധത്തിലുമുള്ള അഭിവാദ്യങ്ങളും നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് സമയം തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.